ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ പോയി ലോക മൂവി കണ്ടു കേട്ടോ. ആ പടത്തിൻ്റെ ഒരു ഹാങ് ഓവർ ഇപ്പോഴും സത്യം പറഞ്ഞ് വിട്ടു പോയിട്ടില്ല. അതിൻ്റെ ഒരു ഓറ കൂട്ടത്തിലുള്ള പോലെയാണ് ഫീൽ ചെയ്യുന്നത്. സത്യം പറഞ്ഞ് ഈ പടം കണ്ടിറങ്ങിയപ്പോൾ പടം പെട്ടെന്ന് തീർന്നല്ലോ എന്നൊരു ഫീലിലായിരുന്നു സത്യം പറഞ്ഞ് ഇറങ്ങിയത്. അതുപോലെ ഒരു നിമിഷം പോലും ബോറടിക്കാത്തൊരു പടം തന്നെയാണെന്ന് പറയാം. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒരേ രീതിയിൽ അതിൻ്റെ ഗ്രാഫ് കൊണ്ടുപോകാൻ ഡയറക്ടറിന് കഴിഞ്ഞിട്ടുണ്ട്. പടത്തിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ഡൊമിനിക്ക് തന്നെയാണ് സ്ക്രീൻ പ്ലേയും പിന്നെ ശാന്തിയും കൊണ്ടാണ് ചേർന്ന് ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞ് ഈ പടത്തിനെ പറ്റി പറയുന്നത് ഈ പടം ഒരു സൂപ്പർ ഹീറോ മൂവിയല്ല. ഇത് പണ്ടത്തെ ഒരു കാലത്തെ മിത്ത് നമ്മൾ ഈ ഒരു കാലത്തേക്ക് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് തന്നിരിക്കുക തന്നെയാണ് കേട്ടോ. അത് നന്നായിട്ട് നമുക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ എന്നെ പറയാനുള്ള പ്രൊഡ്യൂസറിൻ്റെ കാര്യമാണ്. ഇത്രയും വലിയൊരു ക്രൂവിന് വിശ്വസിച്ച് ആ പടം ഏൽപ്പിച്ച് ആ പടത്തിനുള്ള റിസൾട്ട് പ്രൊഡ്യൂസറിന് കിട്ടുകയും ചെയ്തു. നമ്മുടെ DQ തന്നെയാണ് പ്രൊഡ്യൂസറായിട്ട് വന്നേക്കുന്നത്. പിന്നെ എൻ്റെ ക്യാമറ വർക്ക് പറയുന്നത് നിമിഷ് രവിയാണ്. പുള്ളി എടുത്തേക്കുന്ന ഷോട്ടുകളൊന്നും ഒരു രക്ഷയില്ല, അടിപൊളി ഷോട്ടാണ്. പിന്നെ ചാമൻ ചാക്കോയാണ് എഡിറ്റ് ചെയ്തേക്കുന്നത്. ചില ഷോട്ടിൽ അത് കാണാൻ പറ്റും. ഇവരുടെ കോമ്പിനേഷൻ ക്യാമറ വർക്കും എഡിറ്റിങ്ങിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടും. അതുപോലെ തന്നെ എൻ്റെ മ്യൂസിക് വരുന്നത് ജേക്സ് ബിജോയാണ്. പുള്ളിയുടെ ആ ഒരു മ്യൂസിക് ഒരു രക്ഷയില്ല കേട്ടോ. ചില സമയത്ത് വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പമ്പ് ചെയ്യുന്നുണ്ട് ആ ഷോട്ടിനനുസരിച്ച്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയാനുള്ള കല്യാണി പ്രിയദർശനെ പറ്റിയാണ്. പുള്ളിക്കാരിക്കിടെ കൊടുത്തേക്കുന്ന ആറ്റിറ്റ്യൂഡും ആ സ്വാഗും ഒരു രക്ഷയുമില്ല. നമുക്ക് ആ പടത്തിൽ അത് കാണാൻ പറ്റും. പിന്നെ ക്ലൈമാക്സിൽ എടുക്കുമ്പം പറയാൻ വേണ്ട, പടം മേപ്പോട്ട് തന്നെയാണ് സാധനം പോകുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് നെസ്ലിനാണെങ്കിലും ശരി, പുള്ളിക്കാരൻ്റെ റോള് നല്ല വൃത്തിയായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ചന്തു ആണെങ്കിലും നല്ല രസമാണ്, പുള്ളിക്കാരൻ്റെ കോമഡിയൊക്കെ നല്ലതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാമിയോ റോൾസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല, പക്ഷേ കണ്ടവർക്ക് മനസ്സിലാവും അതൊരു രക്ഷയില്ലാത്ത സാധനമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സും അവരുടെ സിഗ്നേച്ചർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ കറക്റ്റാണ് ഡയറക്ടർ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനി സെക്കൻഡ് പാർട്ട് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എന്നാലും നമുക്കൊരു പവർ ആകത്തുള്ളൂ. അപ്പോൾ പിന്നെ അടിച്ചു കയറി വാ.